കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഇനി നിയമസഭാ സമ്മേളനത്തിൽ ആ ബില്ല് പാസ്സാക്കാൻ ആണിനി അടുത്ത ഘട്ടം. അത് വൈകാതെ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കും. അത് നിയമമായിട്ട് വരാൻ പോകും. ഇക്കാര്യത്തിൽ ചില ആശങ്കകൾ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ലെഫ്റ്റ് വോയിസ്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ വലിയ ഒരു സമരം നടന്ന നാടാണിത് കേരളം. ആ സമരങ്ങൾ ഏറ്റെടുത്തത് ഇടതുപക്ഷമായിരുന്നു. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. ആ സമരം കഴിഞ്ഞു. ആ സമരത്തിന് കാരണമായ സംഭവങ്ങൾ അന്ന് AK ആന്റണി UDF മന്ത്രിസഭ കൊണ്ടുവന്ന ബില്ല്, അതായത് 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്നൊക്കെ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓർത്തു നോക്കുക. അതിനുശേഷം ഒട്ടേറെ 150-150-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളും പിന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഒക്കെ കേരളത്തിൽ വന്നു. സ്വാശ്രയ സ്ഥാപനങ്ങൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കുറേ വന്നു കേരളത്തിൽ. ഇതിൽ ഗുണനിലവാരമുള്ളവ എത്രയുണ്ട് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പം സ്വകാര്യ സർവകലാശാല അനുവദിക്കുമ്പോൾ അപ്പം ന്യായം പറയുന്നത് ഇന്ത്യയിൽ തന്നെ 502 സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലും ഗോവയിലും മാത്രമേ ഇല്ലാതുള്ളത്. ഇവിടെ കൂടെ നടപ്പാക്കിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നവരോട് ജെയിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ നാളുകളിൽ കൊച്ചിയിൽ നടത്തിയ സമ്മിറ്റ് അറിയാമല്ലോ. അതിൻ്റെ വിവാദങ്ങൾ, ലക്ഷങ്ങൾ പരസ്യം നൽകി, ദേശാഭിമാനി ഒഴികെ സർവ്വ പത്രങ്ങൾക്കും പരസ്യം നൽകി, പിന്നെ അതിൻ്റെയൊക്കെ ചാനൽ കവറേജ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എവിടുന്ന് വരുന്നു? അപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ തന്നെ, സ്വാശ്രയ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വളരെ മോശമാണ്. ചുരുക്കം ചില സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഗുണനിലവാരം ഇല്ല എന്നല്ല പറയുന്നത്. ആ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ചുരുക്കം ചില കോർപ്പറേറ്റ് അല്ലെങ്കിൽ ചില സന്നദ്ധ സമുദായ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില കോളേജുകളിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം സ്വാശ്രയ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മോശമാണ്. അങ്ങനെയുള്ളൊരു ഒരു നാട്ടിലെ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ എങ്ങനെയിരിക്കും? ഇത് വളരെ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്, ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇത് ഇത്രയും വ്യക്തിപരമായിട്ട് ഞങ്ങൾ പറയുന്നത് അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ 3 അധ്യയന വർഷം അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു UGC ക്വാളിഫൈഡ് അക്കാദമീഷ്യൻ എന്ന നിലയിലും അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെ 3 വിദ്യാഭ്യാസ വർഷത്തിൽ ഞാൻ അതിൻ്റെ തലപ്പത്തിരുന്ന ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. അന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ജേർണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 2 ബാച്ചിൽ 55-60 കുട്ടികളാണ് വരുന്നത്, 2 ബാച്ച്. അപ്പോൾ അതൊരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാക്കി ഞാൻ ഡയറക്ടറായിട്ട് അതിൻ്റെ സിലബസ് പരിഷ്കരിച്ചു. പ്രിൻറ്റും വിഷ്വലും ഓൺലൈൻ മീഡിയ ഒക്കെ വന്നൊരു കാലം, ഒരു 5 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഡയറക്ടറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാക്കി 2 ബാച്ച് 60ഓളം കുട്ടികൾ. ഇപ്പം എത്ര കുട്ടികളവിടെ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാനത് ഒഴിഞ്ഞു. അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ ഈ മേഖലകളിൽ നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന്, മധ്യ കേരളത്തിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ, വിദ്യാർത്ഥികൾ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PG ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഈ വരുന്ന കുട്ടികളിൽ ഒരു നല്ലൊരു പങ്ക് സ്വാശ്രയ കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിന്ന്, ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചു വരുന്ന, ഡിഗ്രി പഠിച്ചിട്ട് PG കോഴ്സിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ വരുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളെ ഓരോ ബാച്ചിലും ഇൻ്റർവ്യൂ ചെയ്തത് എന്നുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അമിതമായ ഫീസാണ് വാങ്ങുന്നത്. ഈ വരുന്ന കുട്ടികളിൽ
പല കുട്ടികൾക്കും അവർ പഠിച്ച കോളേജിൽ 3 വർഷം ഡിഗ്രി പഠിച്ചെടുത്തൊരു ലാബില്ല. ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്വൽ മീഡിയ പഠിക്കാൻ ലാബ് വേണം, എഡിറ്റ് സ്യൂട്ട് വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം. ഓൺലൈൻ മീഡിയ, ഡിജിറ്റൽ മീഡിയ പഠിക്കാനായിട്ട് ക്യാമറ സംവിധാനങ്ങൾ മറിച്ച് പിന്നെ ഇതെല്ലാം വേണം. അതിനുള്ള ലാബ് സംവിധാനങ്ങൾ ഒരു കോളേജിൽ ഒരുക്കണം. ഭൂരിപക്ഷം കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ആ അവർ എഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. 3 വർഷത്തെ ജേർണലിസം കോഴ്സും കഴിഞ്ഞ് വിഷ്വൽ മീഡിയ കോഴ്സും കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് എഡിറ്റിംഗ് എന്താണെന്നറിയത്തില്ല, വീഡിയോ എഡിറ്റിംഗ് എന്താണെന്നറിയില്ല. വെറും വാർത്ത എഡിറ്റിംഗ് അല്ല, വീഡിയോ എഡിറ്റിംഗ്, ക്യാമറ വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അവരൊരു ക്യാമറ കണ്ടിട്ടില്ല, ഒന്നാമതൊരു ക്യാമറ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികളിൽ ഒരു 2-3 കോളേജ് ഒഴിച്ച് ബാക്കി ഒരു 5-8 കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ദയനീയ അവസ്ഥ പറയുകയാണ്. നമ്മുടെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ഇവിടുത്തെ അവസ്ഥയെ പറ്റി പറയുകയാണ്. നേരിട്ട് ബോധ്യമുള്ളതോട് ഞാൻ പറയുകയാണ്, സ്വകാര്യ സർവകലാശാലകൾ വന്നാലും ഇതിൽ നിന്നൊരു വലിയ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയണം, യൂണിവേഴ്സിറ്റികൾക്ക് കഴിയണം. സ്വാശ്രയ കോളേജുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ കഴിയണം. ഓട്ടോണമസ് കോളേജുകൾക്ക് കുറച്ചുകൂടി ഉന്നത നിലവാരം പുലർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ ഓട്ടോണമസ് കോളേജ് ഉണ്ട്, വളരെ ഫേമസ് ആണ്. അവിടുന്ന് വിഷ്വൽ മീഡിയ കോഴ്സ് പഠിച്ചു വരുന്ന ഡിഗ്രി കഴിഞ്ഞ് PG ക്ലാസ്സിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികൾക്ക് പോലും ഇതൊന്നും പൂർണ്ണമായിട്ട് പഠിച്ചു വരാൻ കഴിയുന്നില്ല. പ്രാക്ടിക്കൽസ്, വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ, ഡിജിറ്റൽ മീഡിയയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഇതൊക്കെ പിന്നെ ആദ്യം മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് ലാറ്ററൽ എൻട്രി ആയിട്ട് കാണാൻ കഴിയണം. ഇപ്പോൾ ഇന്നൊക്കെ മീഡിയ സ്ഥാപനങ്ങളിൽ ഏത് ജോലിയിലായാലും ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ട്രെയിനിങ് ഇല്ല. ഒരു ജോലിക്ക് വന്നാൽ നാളെ മുതൽ ജോലി എടുക്കാൻ പറ്റണം. അതിനുള്ള ട്രെയിനിങ് നേടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ IT മേഖലയിലോ ജേർണലിസം മേഖലയിലോ ഒക്കെ എത്തണം. അതാണ് ഇന്നത്തെ ലാറ്ററൽ എൻട്രി. അതാണ് ട്രെയിനിങ്ങിന് സമയം. പണ്ടൊക്കെ ഞാൻ മാതൃഭൂമി ജോയിൻ ചെയ്ത കാലത്ത് 2 വർഷമായിരുന്നു ജേർണലിസം ട്രെയിനിങ്. ജേർണലിസ്റ്റ് ട്രെയിനിങ് 2 വർഷം, മനോരമ 2 വർഷം, പിന്നെ അത് 1 വർഷമാക്കി. ഇത്രയും കാലം കൊണ്ട് ഇപ്പം അത് 6 മാസമാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് 6 മാസം ട്രെയിനിങ്ങും ഇല്ല. പഠനം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ജോലി ചെയ്യാൻ പഠിച്ചിട്ട് വരണം. അത് എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, ഓൺലൈൻ വർക്ക് ആവട്ടെ, മൊബൈൽ വെച്ചിട്ടുള്ള പരിപാടി ആവട്ടെ, എന്താവട്ടെ, അതിന് എക്വിപ്ഡായിട്ട് സ്കിൽഡായിട്ട് വരണം. അപ്പോൾ അങ്ങനെ കുട്ടികളെ പരിശീലിപ്പിച്ച് വിടാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അതിപ്പോഴും കേരളത്തിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പലതിലും അത് സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല. അവർ കാശ് മുടക്കി ലാബ് ഉണ്ടാക്കുന്നില്ല. കാരണം ലാബ് ഉണ്ടാക്കണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. ഒരു ക്യാമറ, ഇപ്പോൾ സോണിയുടെയും ഒക്കെ ഒരു ക്യാമറ ആണെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ കൊടുക്കണം. അതുപോലെ എഡിറ്റ് സ്യൂട്ട് ലേറ്റസ്റ്റ് ഉണ്ടാക്കണേ അതിന് ലക്ഷങ്ങൾ ചെലവഴിക്കണം. അതിനൊന്നും തയ്യാറില്ല. ഇത് കച്ചവടമാണ്. കുട്ടികളിൽ നിന്ന് ഫീസ് പിരിച്ചിട്ട് 3 വർഷം കോഴ്സ് നടത്തിയിട്ട് ഇറക്കി വിടുകയാണ്. ഇപ്പം ഇൻഫോസിസിൽ 400 പേരെ പിരിച്ചുവിട്ടു. വലിയ വാർത്തയാണ്. അതിനെതിരെ പ്രതിഷേധം ഉയരുന്നു. പിരിച്ചുവിട്ടവർ മുഴുവൻ സ്വാശ്രയ കോളേജുകളിൽ പഠിച്ചിട്ട് പോയി ജോലി നേടിയവരാണ്. അവിടെ ഗുണനിലവാരം മോശമാണ്. കോഴ കൊടുത്ത് മാതാപിതാക്കളുടെ പേരൻസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കോഴപ്പണം കൊടുത്തിട്ട് സ്വാശ്രയ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് ഇറങ്ങി വന്ന 400 പേരെയാണ് ഇൻഫോസിസ് പിരിച്ചുവിടുന്നത്. അവർക്ക് സ്കില്ലില്ല, ഗുണനിലവാരം ഇല്ല. ഇതേ അവസ്ഥ സ്വകാര്യ സർവകലാശാലകളിലും ഉണ്ടാകും. ഇപ്പം തന്നെ ഉണ്ട്. കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന പല സർവകലാശാലകളിലും ഈ ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണോ എന്നുള്ളത് ഇതൊരു വലിയ ചർച്ചാ വിഷയമാകണം. കാരണം നിലവിലുള്ള സ്വാശ്രയ കോളേജുകളിൽ തന്നെ നമുക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. ഈ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ അതിൽ പരാജയപ്പെട്ടു. അപ്പോൾ സ്വകാര്യ സർവകലാശാലകളിൽ എത്രയോ ജാഗ്രത വേണ്ട ഒരു ഏരിയയാണ് ഒരു സ്വകാര്യ സർവകലാശാല. ഇത് വളരെ ഗൗരവപൂർവ്വം കേരളം പോലുള്ള ഒരു വിദ്യാഭ്യാസ സമൂഹം ഇത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഇതിനെ അനുകൂലിക്കാൻ നമുക്ക് സാധിക്കത്തില്ല.